നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടുങ്ങല്ലൂരിന് ശേഷമുള്ള മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ അറിയാത്തവർക്കായിട്ട് മതിലകം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ SN പുരം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് മതിലകം. ഗുരുവായൂർ തൃപ്രയാർ ആ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം പിടിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച സെയിം യൂണിറ്റ് തന്നെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ പുത്തമ്പേലിക്കര ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലെ AE സാറിന്റെ വീട്ടിലാണ്. ഓൾറെഡി നമ്മൾ സൈറ്റിലെത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വെക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടൊന്നുമില്ല, നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും കാണിക്കുന്ന അതേ സെയിം യൂണിറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ബാൽക്ലൈൻ ഫിൽറ്റർ നമ്മൾ ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രീ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഒരു 9 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച സെയിം യൂണിറ്റ് തന്നെയാണ് ഇവിടെയും പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് പോവാം. ബാക്കി നമുക്ക് നേരിട്ട് അകത്ത് ഞാൻ കാണിച്ചു തരാം. ബൈ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. കിച്ചൺ ക്യാബിനറ്റിന്റെ തൊട്ടടിയിൽ കണ്ടിട്ടാണ് നമുക്ക് യൂണിറ്റ് നമുക്ക് വെക്കേണ്ടത്. 9 ലിറ്ററിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ വാട്ടർ കണക്ഷൻ നമ്മൾ പുറത്തുനിന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ അടിച്ചിട്ടുണ്ട്. ആ ഹോളിൽ കൂടി ആയിരിക്കുള്ളൂ വാട്ടർ കണക്ഷൻ നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത്. അപ്പോൾ പവർ പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ വാട്ടർ കണക്ഷൻ ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി വാട്ടർ ലൈൻമേന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, ആംഗിൾ കോക്ക് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുമേ നമുക്ക് നമ്മുടെ കണക്ട് ഇട്ടിട്ട് അകത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രീ ഫിൽറ്റർ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ട്യൂബ് മാത്രമായിരിക്കും അകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂടെ നമുക്ക് വേഗം നമ്മുടെ വർക്ക് തുടങ്ങാം കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീ ഫിൽറ്റർ ഇവിടെ കൊടുത്തിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നേരെ നമ്മൾ ഈ കോക്കിൽ നിന്ന് ആംഗിൾ കോക്കിൽ നിന്ന് നേരെ വാട്ടർ ലൈൻ നേരെ പ്രീ ഫിൽറ്ററിൽ പോയിട്ട് പ്രീ ഫിൽറ്ററിൽ നമ്മൾ നേരെ ഈ ഹോൾ വഴിയായിരിക്കും അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മൾ ഫീഡ് ചെയ്തു. യൂണിറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ള പ്രൊഡക്റ്റും വന്നു. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. TDS-ഉം pH ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഇത് ഞാൻ പറഞ്ഞായിരുന്നു കസ്റ്റമൈസ് ചെയ്ത ആൽക്കലൈൻ ഫിൽറ്റർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കണ്ട, കാരണം കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോസിലും നമ്മൾ ഇതേ സെയിം യൂണിറ്റിന്റെ റിവ്യൂവും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞേക്കാണ്. പിന്നെ വീണ്ടും അത് പറയുന്ന ഒരു ആവർത്തന വിരസതയാവും. അപ്പൊ അതുകൊണ്ട് ഞാനത് കൂടുതലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാം ഓക്കെയാണ്. നമ്മളുടെ ക്വാളിറ്റിയും ചെക്ക് ചെയ്തു. ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്ത് നോർമലായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ കസ്റ്റമർ സാർ നമുക്ക് അതിന്റെ റിപ്പോർട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്ടീരിയ സാന്നിധ്യം ഉണ്ട്, പോളിഫിൻ ബാക്ടീരിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ pH വലിയ ആസിഡിക് അല്ലെങ്കിലും ബേസിക് ഒക്കെ ആയിരുന്നു. ബേസിക് തന്നെ 7 അല്ല, ഒരു 6.6 സംതിങ് ആയിരുന്നു. പിന്നെ കണ്ടക്ടിവിറ്റി TDS ഒക്കെ കുറച്ച് കൂടുതലാണ് വെച്ചത്. അപ്പൊ അതെല്ലാം നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ബോക്സ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റമോടെ ഹാങ് ചെയ്ത് നമ്മളുടെ ലൈനിലാക്കിയതിനു ശേഷം നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം.
കൂട്ടുകാരെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ 6 യൂണിറ്റ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒക്കെ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇതിന്റെ അഭിപ്രായം നമുക്ക് നേരിട്ട് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞേക്കാളും കൂടുതൽ കസ്റ്റമർ പറഞ്ഞല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇതിന്റെ വെള്ളം എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. അദ്ദേഹം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, നമ്മുടെ കെൽക്കോണിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. സാറേ പ്ലീസ് കം. യൂണിറ്റിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പൊ വെള്ളം ഒന്ന് ഇത്തിരി എടുത്ത് നോക്കിയിട്ട് കുടിച്ചു നോക്കിയിട്ട് എന്താണ് അഭിപ്രായം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് 2 വാക്കൊന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട് വെള്ളം? വെള്ളം ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നല്ല നേരത്തെക്കാളും വ്യത്യാസം, ഹാർഡ് ഒരു ചെറിയൊരു പുളിപ്പ്, കട്ടിപ്പും ചെറിയൊരു മാറി കിട്ടിയില്ലേ? സോഫ്റ്റ് ആയിട്ട് വെള്ളം, സോഫ്റ്റ് ആയിട്ട്. നമ്മുടെ വെള്ളത്തിന്റെ അകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞോടി കഴിഞ്ഞ സമയത്ത് തന്നെ കറണ്ട് പോയി. അപ്പോ തൽക്കാലത്തേക്ക് നമ്മളിപ്പോ എക്സ്റ്റൻഷൻ ബോർഡിലാണ് ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്നത് യൂണിറ്റ്. കാരണം പവർ സപ്ലൈ ഇവിടെ ഒരു ഷട്ട് ഡൗൺ എടുത്തിട്ട് ഇപ്പൊ എപ്പോ പോയതൊന്നും അറിയില്ല. നമ്മുടെ ഡ്രില്ലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴാണ് പവർ പോയത്. കാരണം ഭാഗ്യം ഇപ്പൊ ഇൻവെർട്ടറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ വയറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഈ എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇൻവെർട്ടറിൽ ഓടിച്ചോണ്ടിരിക്കുന്നു. കറണ്ട് വന്നതിന് ശേഷം ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് നേരെ ഇവിടെ പ്ലഗ് ഇൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.